സത്യാഗ്രഹം അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ EVSലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അവർ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ സോൾട്ട് സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ അതുപോലെ തന്നെ നിങ്ങളുടെ LSS എക്സാമിനും ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്താണ് ഉപ്പ് സത്യാഗ്രഹം എന്നൊന്ന് നോക്കിയാലോ. അപ്പൊ നമുക്കറിയാം, നമ്മൾ പണ്ട് ബ്രിട്ടീഷ് റൂളേഴ്സിന്റെ അണ്ടറിലായിരുന്നു അല്ലേ? അപ്പൊ ആ സമയത്ത് ബ്രിട്ടീഷുകാർ, ക്രൂരരായിട്ടുള്ള ബ്രിട്ടീഷ് റൂളേഴ്സ് എന്ത് ചെയ്തു? നമ്മൾ ഇന്ത്യക്കാർ ഉപ്പ് ഉപയോഗിക്കുന്നതിൽ നികുതി അല്ലേ, ഒരു സ്പെഷ്യൽ ടാക്സ് തരണോ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളിങ്ങനെ ടാക്സ് കൊടുക്കാതെ ഉപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ തടങ്കലിലാക്കാൻ വരെ പറ്റുമെന്ന് അവർ പറഞ്ഞല്ലേ, ക്രൂരരായിട്ടുള്ള ബ്രിട്ടീഷ് അധികാരികൾ അല്ലേ? അപ്പൊ ഇത് അറിഞ്ഞ സമയത്ത് നമ്മുടെ ഗാന്ധിജി എന്ത് ചെയ്തു? ആളുകളെ, നമ്മളെ ജനങ്ങളെ എന്ത് ചെയ്തു? ഇതിനെതിരെ, ഇത് ശരിയല്ല, ഉപ്പ് നമ്മുടെ അവകാശമാണ്, നമ്മൾ എല്ലാവർക്കും ഉപ്പ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ ഉപ്പിന് ഇങ്ങനെ വല്ലാത്ത നികുതി ചുമത്തി കഴിഞ്ഞ് അവരെ തുറങ്കിലടച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല, ഈ നിയമം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ സംഘടിപ്പിച്ചല്ലേ. അപ്പൊ ആളുകൾ എന്ത് ചെയ്തു? ഓർഗനൈസ് ദ പീപ്പിൾ എഗെയിൻസ്റ്റ് ദിസ് ആണ്. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ അവർ ദണ്ഡി കടപ്പുറത്തേക്ക് ഒരു യാത്ര നടത്തിയത് നമുക്കറിയാം അല്ലെ? അപ്പൊ ഗാന്ധിജി എങ്ങനെയാണ് യാത്ര നടത്തിയത്? തൻ്റെ വിശ്വസ്തരായിട്ടുള്ള 78, ഇപ്പൊ നിങ്ങൾ ഈ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ മക്കള്. അതായത് തൻ്റെ വിശ്വസ്തരായ 78 അനുയായികളോടൊപ്പം 1930, ഡേറ്റ് ശ്രദ്ധിക്കണേ, 1930 മാർച്ച് 12 നമ്മുടെ ഗുജറാത്തിലുള്ള, ഗാന്ധിജിയുടെ ഗുജറാത്തിലുള്ള അഹമ്മദാബാദിലെ സബർമതി എന്ന് പറയുന്ന ഒരു ആശ്രമം ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ടാണ് ഉപ്പ് മാർച്ച് തുടക്കം കുറിച്ചത് അല്ലെ, സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ക്ലിയർ അല്ലേ? അതായത് ഇംഗ്ലീഷിൽ മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അതായത് ബിഗാൻ ദ സോൾട്ട് മാർച്ച് ഓൺ 12th 1930 ഫ്രം ഹിസ് സബർമതി ആശ്രമം ഇൻ അഹമ്മദാബാദ്, ഗുജറാത്ത് ആണ് അല്ലേ? നോക്കി വെക്കണേ. എന്നിട്ട് എന്ത് ചെയ്തു? ആഫ്റ്റർ 24 days ജേർണി, 24 ദിവസത്തെ കാൽനട യാത്രയ്ക്ക് ശേഷം ഗാന്ധിജി എന്ത് ചെയ്തു? റീച്ച് ദ കോസ്റ്റൽ വില്ലേജ് ഓഫ് ദണ്ഡി. ദണ്ഡിയിൽ എപ്പോൾ എത്തി? മാർച്ച് 12 1930 യാത്ര തുടങ്ങിയിട്ട് ഏപ്രിൽ 5 1930 അവിടെ എത്തി. 24 ദിവസത്തെ യാത്രയിൽ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് പിറ്റേ ദിവസം ഏപ്രിൽ 6 1930 ഗാന്ധിജി എന്ത് ചെയ്തു? അന്ന് രാവിലെ മോർണിംഗില് അവിടുന്ന് കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരി എടുത്തിട്ട് ഗാന്ധിജി എന്ത് പറഞ്ഞു? ഉപ്പ് നിയമം ലംഘിക്കുന്നതോടൊപ്പം തന്നെ എന്താ പറഞ്ഞത്? ഈവൻ ഇഫ് ദീസ് ഹാൻഡ്സ് ഹോൾഡിംഗ് സോൾട്ട് ആർ ക്രഷ്ഡ് ദേ വിൽ നോട്ട് ഗിവ് അപ്പ് ദ സോൾട്ട് എന്ന് പറഞ്ഞു. അതായത് അവരെന്ത് ചെയ്തു? ഏപ്രിൽ 6 1930 അല്ലേ, വർഷം പറയുമ്പോൾ 1930 രാവിലെ മോർണിംഗ് ദണ്ഡി ബീച്ചിൽ നിന്ന് ഉപ്പ് എടുത്തിട്ട് ഗാന്ധിജി പറഞ്ഞു, ഈ ഉപ്പ് പിടിച്ച എൻ്റെ കൈകൾ നിങ്ങൾ തകർത്താലും ഉപ്പ് ഞങ്ങൾ വിട്ടു തരില്ല, കാരണം ഉപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർ ഉപ്പിന് വേണ്ടിയിട്ട് സമരം ചെയ്തത് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത്. ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വിട്ടുപോകാതെ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം എന്താണ്? നിങ്ങൾക്ക് LSS എക്സാമിന് ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ.